പി കൃഷ്ണദാസ് കണക്കുകൾ കേട്ടല്ലോ. ഒരു ആദ്യ ഘട്ട ചർച്ചയിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ചുരുക്കി വസീഫ് കണക്കുകൾ നിരത്തിയിട്ടുണ്ട്. യുവാക്കളോട് നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ക്ഷമ പറയാനുള്ളൊരു അവസരമാണ് കിട്ടുന്നത്. കണക്കുകൾ വെച്ച് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പറയാനുള്ളൊരു അവസരമാണ്. നിലപാടുകളിൽ മാറ്റമുണ്ടാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളത് പറയാൻ പറ്റിയ ഘട്ടമാണ്. മറ്റൊരു അജണ്ടയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ വസീഫ് പറഞ്ഞതുപോലെ അധികാരത്തിലേറാനുള്ള ആളുകളുടെ മനം മയക്കുന്ന മാജിക്കുകൾ കാട്ടിയുള്ള സംഘപരിവാർ അജണ്ടയാണ് നിങ്ങളുടെ മുമ്പിലുള്ളതെങ്കിൽ അത് നിങ്ങൾ അതിനനുസരിച്ച് ഡിഫെൻഡ് ചെയ്തു പോകാം. അല്ലെങ്കിൽ കണക്കുകൾ പറയൂ ശ്രീകൃഷ്ണദാസ്. ഡോക്ടർ ലാൽ, ഈ കണക്കുകൾ അദ്ദേഹത്തിന് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ലോകസഭയിലും വെച്ചിട്ടുള്ള ചില കണക്കുകളുണ്ട്. അത് പ്രകാരം 2014 ശേഷം 2022 വരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് 2022 വരെ അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് 7.22 ലക്ഷമാണ്. സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് എന്ന നിലക്കിൽ നടന്നിട്ടുള്ള അപ്പോയിൻമെൻറ്റ്. അദ്ദേഹം അത് 2000 എന്നാണ് വായിച്ചത്. അദ്ദേഹത്തിന് വായിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ വന്നിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ലോകസഭയിൽ വച്ചിട്ടുള്ള കണക്കുകൾ പ്രകാരം UPA ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ, അതായത് ഈ പറയുന്ന ഇടതുപക്ഷവും CPM-ഉം കോൺഗ്രസും എല്ലാം ഒരുമിച്ച് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയ്മെൻറ്റ് 6.98 ലക്ഷമായി 2014 ശേഷം. അതുവരെ ഉണ്ടായിരുന്നത് 6.19 ലക്ഷമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും ഏതെങ്കിലും കണക്കുകൾ നിരത്താത്തതിൻ്റെ അടിസ്ഥാനത്തിലല്ല. കൃത്യമായ കണക്കുകൾ ലോകസഭയിലും അതുപോലെ തന്നെ പബ്ലിക് ഡൊമൈനിലും അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് വായിച്ച് മനസ്സിലാക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഇതൊക്കെ എവിടെയാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്? സിവിൽ സർവീസിൽ മുഖ്യധാരയിൽ ഇപ്പൊ അപ്പോയിന്റ്മെന്റുകൾ നടക്കുന്നില്ല. BSRB-യിൽ കാണുന്നില്ല, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൽ കാണുന്നില്ല. ഇവിടെ നേരത്തെ അഭ്യസ്ത വിദ്യർ പ്രതീക്ഷ അർപ്പിച്ച മേഖലകളിലൊന്നും ഇത്തരത്തിലുള്ള കണക്കുകൾ കാണുന്നില്ല. മാധ്യമങ്ങളിലും ഇന്ന് വന്നൊരു കണക്ക് താങ്കളുടെ മുമ്പാകെ വസീഫ് അവതരിപ്പിച്ചിട്ടുണ്ട്. മനോരമയിൽ തന്നെ വന്ന കണക്കുൾപ്പെടെ. അത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഇന്ത്യയിൽ നടക്കുന്ന അപ്പോയിൻമെൻറ്റുകൾ ഏതാണ്ട് പകുതിക്കടുപ്പിച്ച് അപ്പോയിൻമെൻറ്റുകൾ കൊടുക്കുന്ന ഒരു പബ്ലിക് സർവീസ് മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെയാണെന്ന് കൂടി താങ്കൾക്കൊന്ന് ചൂണ്ടിക്കാട്ടാമോ, പൊതുവെ പറഞ്ഞു പോകുന്നതിനപ്പുറം? അല്ല, ഞാനതെല്ലാം ഏതെല്ലാം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് ലാലിൻ്റെ വാട്സപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. ലാലിനത് കാണിക്കാം, കുഴപ്പമില്ല. പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള പാർലമെൻറ്റിൻ്റെ വിവരങ്ങളും അതിൻ്റെ റിപ്പോർട്ടുകളും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ശ്രീ ലാലിൻ്റെ വാട്സപ്പിലേക്ക് ഇപ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നതിൽ എനിക്ക് യാതൊരു വിരോധവും ഇല്ല. ഒന്നുകിൽ അങ്ങേക്ക് കാണിക്കാം, ഇല്ലെങ്കിൽ ഞാനത് കാണിക്കാം. അതിന് യാതൊരു പ്രശ്നവും എന്നെ സംബന്ധിച്ചില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേരളത്തിലെ PSCയെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്ന പെർസെൻറ്റേജ് വിട്ടിട്ട്, പെർസെൻറ്റേജ് അവിടെ നിൽക്കട്ടെ, അത് എവിടെ നിന്നാണ് പെർസെൻറ്റേജ് കിട്ടിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയില്ലല്ലോ. ആകെ എത്ര അപ്പോയിൻമെൻറ്റാണ് നടന്നിട്ടുള്ളത്? 33,000 അപ്പോയിൻമെൻറ്റാണ് ആകെ നടന്നു എന്ന് പറയുന്നത് കഴിഞ്ഞ 7 വർഷക്കാലത്തിനുള്ളിൽ. അല്ലാത്ത അപ്പോയിൻമെൻറ്റുകളുടെ എണ്ണം ഒന്ന് പറയട്ടെ, എവിടേക്കാണ് നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്. അപ്പോൾ കേരളത്തിൽ നടക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കേരളത്തിൽ മുഴുവൻ ആളുകൾക്കും തൊഴിൽ കിട്ടണം. കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ പോലും തൊഴിലില്ലാതെ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതുതന്നെയാണ് ഞങ്ങളുടെയും നയം. പക്ഷെ അതിലെന്തിനാണ് കള്ളക്കണക്കുകൾ അവതരിപ്പിക്കുന്നത്? മറ്റൊന്ന്, കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ലല്ലോ, കേരളത്തിന് പുറത്തും DYFI ഇല്ലേ? എന്താ അവിടെയൊന്നും സമരത്തിന് യാതൊരു സ്കോപ്പും ഇല്ലേ? കേരളത്തിലെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ പ്രത്യേകതയുള്ളത്? കേരളത്തിന് പണം കിട്ടിയില്ല. കേരളത്തിന് നാഷണൽ ഹൈവേയുടെ വികസനത്തിന് കിട്ടിയിട്ടുള്ള ഫണ്ട് ഒന്ന് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ആകെ ഒന്ന് സൂചിപ്പിച്ചാൽ നല്ലതാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ NHAIക്ക് മാത്രം കേരളത്തിൽ കിട്ടിയിട്ടുള്ള ഫണ്ടിൻ്റെ തുക ഒന്ന് പറഞ്ഞാൽ നല്ലതാണ്. ഇനി അത് വേണ്ട. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കർഷകർക്ക് എത്ര ലക്ഷം കർഷകർക്ക് ഈ 6,000 രൂപയുടെ പെൻഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് അങ്ങൊന്ന് കണക്ക് സൂചിപ്പിച്ചാൽ നല്ലതാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പണം കിട്ടാൻ പെൻഡിങ് ഉണ്ടോ എന്നുള്ള കാര്യം അതും സൂചിപ്പിക്കുന്നത് നല്ലതാണ്. അത് ഇവിടുത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ കള്ളക്കണക്ക് അവതരിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല,
വസ്തുതാപരമായി കണക്കുകൾ കിട്ടാനുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച്. മറ്റൊന്ന്, കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു വികസന പദ്ധതിക്കോ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്കോ കിട്ടാനുള്ള ഏതെങ്കിലും ഒരു ഫണ്ട് കിട്ടാൻ ബാക്കിയുണ്ട് എന്ന് കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസക്കാലത്തോളം നടന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കേരള യാത്രയിൽ ഏതെങ്കിലും ഒരു പരാതി ഏതെങ്കിലും ഒരു ജനപ്രതിനിധി ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ടോ? അങ്ങനെ മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ടുണ്ടോ? 6.5 ലക്ഷത്തിലധികം പരാതികൾ കിട്ടി എന്നാണ് കണക്ക്. അതിലേതെങ്കിലും ഒരു പരാതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കിട്ടാത്തത് കൊണ്ട് മുടങ്ങി എന്ന് പരാതി ഉണ്ടോ? അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അത് സർക്കാർ പുറത്തുവിടട്ടെ. 6.5 ലക്ഷത്തിലധികം വരുന്ന പരാതികൾ കിട്ടിയിട്ടുള്ളത് കേരളത്തിലെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോയിൻമെൻറ്റ് നടക്കുന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. PSCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോയിൻമെൻറ്റ് നടക്കുന്നില്ല. കേരളത്തിലെ വികസന പദ്ധതികൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണക്കാരന് അതിന് ഗുണം കിട്ടുന്നില്ല. കേരളത്തിലെ നിരവധിയായിട്ടുള്ള ക്ഷേമ പെൻഷനുകളും പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണക്കാരനുള്ള പരാതികളാണ് കിട്ടിയിട്ടുള്ള 6.5 ലക്ഷം. അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കിട്ടാത്തത് കൊണ്ടാണ് ഈ ഫണ്ട് ഞങ്ങൾക്ക് വിതരണം ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വിവരമുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു ആ ഹർജിയുടെ സ്ഥിതി? അതിലെന്തെങ്കിലും ഉത്തരവുണ്ടായോ? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും പണം കിട്ടാത്തതുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഒരു സംശയം ഞാൻ ചോദിക്കുകയാണ്. താങ്കൾ തന്നെ എനിക്കിപ്പോൾ വാട്സപ്പിൽ അയച്ചു തന്ന രേഖ പ്രകാരം, എൻ്റെ മുമ്പിലുള്ള രേഖ പ്രകാരം ഞാൻ കാണുന്നത് സെൻട്രൽ PSUs വിറ്റ്നസ് കട്ട് ഇൻ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് 2.7 lakh ജോബ്സ് ഡൗൺ സിൻസ് 2013 എന്നാണ്. 2013 കണക്ക് പ്രകാരം 17.3 ലക്ഷം എംപ്ലോയീസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് 2022 മാർച്ച് ആവുമ്പോഴേക്കും അത് 14.6 ലക്ഷമായി കുറഞ്ഞിരിക്കുന്നു എന്നാണ് താങ്കൾ തന്നിരിക്കുന്ന ഈ രേഖയിൽ കാണുന്നത്. അതുമാത്രമല്ല, സ്ഥിരം എംപ്ലോയ്മെൻറ്റ് മാറി ഇപ്പോൾ കോൺട്രാക്റ്റ് ഡെയിലി വേജ് എംപ്ലോയ്മെൻറ്റുകളാണ് ഇപ്പോൾ വർദ്ധിച്ചു വരുന്നത് എന്നും ആ പറയുന്ന റിപ്പോർട്ടിലുണ്ട്. അതൊക്കെ അനുസരിച്ച് 42% ഉണ്ടായിരുന്ന കണക്കിൽ നിന്ന് ഇപ്പോൾ 2021-22 ആകുമ്പോഴേക്കും കോൺട്രാക്റ്റ് എംപ്ലോയ്മെൻ്റായി പലതും കൂടിയിരിക്കുന്നു എന്നാണ് ഈ പറയുന്ന റിപ്പോർട്ടിൽ കാണുന്നത്. താങ്കളുടെ തന്നെ റിപ്പോർട്ടാണ്, താങ്കൾ തന്നെ അയച്ചു തന്നിരിക്കുന്ന ഇക്കണോമിക് ടൈംസിൻ്റെ വാർത്തയാണിത്. ഞാൻ അയച്ചു തന്നിരിക്കുന്ന വാർത്തയിൽ ഒരു വാർത്തയുടെ ഒരു ഭാഗം മാത്രമാണ് അങ്ങ് കണ്ടിട്ടുള്ളത്. ഞാൻ അയച്ചു തന്നിരിക്കുന്ന അതിനോട് മറുപടി പറയൂ. ഇത് ഒരു വാർത്തയുടെ ഒരു ഭാഗമല്ല. താങ്കൾ എനിക്ക് ഹിന്ദുവിൻ്റെ വാർത്ത അയച്ചു തന്നു. അതിലും സ്ഥിരം എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ഇപ്പോൾ കോൺട്രാക്റ്റ് എംപ്ലോയ്മെൻറ്റ് കൂടിയതിനെക്കുറിച്ചുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത് താങ്കൾ അയച്ചു തന്നിരിക്കുന്നത് എക്കണോമിക് ടൈംസിൻ്റെ ഒരു റിപ്പോർട്ടാണ്. ആ എക്കണോമിക് ടൈംസിൻ്റെ റിപ്പോർട്ടിൽ എനിക്ക് അത് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. മറ്റൊരു വാർത്തയും താങ്കൾ തന്നതിനകത്തില്ല. അല്ല, ഞാൻ വായിക്കാലോ. ഞാൻ അങ്ങേക്കുള്ള മറുപടിയാണ് ഞാൻ വായിക്കുന്നത്. ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് DOPT ഇൻഫോംഡ് ദ ലോക്സഭ ഓൺ 27 July that over 7.22 lakh people got permanent employment in central jobs. ഇതിനെക്കുറിച്ച് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി എന്താ പറഞ്ഞത്? 2500-ൽ താഴെ അപ്പോയിൻമെന്റ് നടന്നിട്ടുള്ള മറുവശത്ത് നിന്ന് നോക്കുമ്പോൾ ഉള്ള വാർത്തയാണ് എക്കണോമിക് ടൈംസിൽ കാണുന്നത്. അതനുസരിച്ച് 17 ലക്ഷം അല്ലെങ്കിൽ 18 ലക്ഷത്തോളം ജോബ് ഉണ്ടായിരുന്നിടത്ത് നിന്ന് അത് 2022 എത്തുമ്പോൾ അത് 14 ലക്ഷമായി കുറഞ്ഞു എന്നാണ്. ഈ കുറഞ്ഞ ജോലികൾ എവിടെ നിന്നാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത. അത് പാർലമെൻറ്റിൽ ഉത്തരമായി കൊടുത്തോ എന്ന് എനിക്കറിയില്ല. മറ്റൊന്ന്, കോൺട്രാക്ട് ജോബുകളാണ് ഇപ്പോൾ കൂടി വരുന്നത്. ഡെയിലി വേജ് ജോബുകളാണ് കൂടി വരുന്നത്. സ്ഥിരം അപ്പോയിൻമെൻറ്റുകൾ നടക്കുന്നില്ല എന്നാണ് അതിൻ്റെ മറുവശം. അത് പാർലമെൻറ്റിൽ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. പാർലമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് സ്ഥിരം കൊടുക്കുന്ന ജോബുകൾ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിരം ജോബുകളിൽ തന്നെ ഇപ്പോൾ കുറവ് വരുത്തി ഇപ്പോൾ എത്ര പേർക്ക് കിട്ടുന്നു എന്നത് മാത്രമാണ് പറഞ്ഞതായി മനസ്സിലാക്കുന്നത്. അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പാർലമെൻറ്റിലെ രേഖയായി താങ്കൾ ഒരു ന്യൂസ് റിപ്പോർട്ട് നൽകിയതാണ്. അത് വെച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ലാൽ ചോദിച്ചതിനുള്ള ഉത്തരം അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ അടുത്ത പാരഗ്രാഫ് വായിച്ചാൽ പോരെ ലാൽ? അതിൻ്റെ അടുത്ത പാരഗ്രാഫിൽ കൃത്യമായി ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും എത്രയാണ് പെർസെൻറ്റേജ് എംപ്ലോയ്മെൻറ്റ് കൂടിയിട്ടുള്ളത്, അതിൽ കോൺട്രാക്റ്റ് എംപ്ലോയ്മെൻറ്റ് എത്രയുണ്ട്, അതിൽ കോൺട്രാക്റ്റ് അല്ലാത്ത എംപ്ലോയീസ് എത്രയുണ്ട്,
എംപ്ലോയ്മെൻറ്റ് ഓരോരോ ഡിപ്പാർട്ട്മെൻ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ഓരോരോ വകുപ്പുകളനുസരിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുണ്ടായിട്ടുള്ള റിട്ടയർമെൻറ്റിന് ശേഷം അപ്പോയിൻമെൻറ്റ് നടക്കുന്നതിന് മുൻപ് നടന്നിട്ടുള്ള കോൺട്രാക്റ്റ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് എംപ്ലോയ്മെൻറ്റിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ കിട്ടാനുള്ള അവസരം അതേതെങ്കിലും നിഷേധിക്കപ്പെട്ടോ?